ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് വിഷുവിൻ്റെ അന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കണി കാണലും അതുപോലെ സച്ചു ഉണ്ണൊക്കെ എണീറ്റ് ഞാൻ അമ്പലത്തിൽ പോകാൻ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കണി കാണുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ഞാൻ വെച്ച കുഞ്ഞൊരു വിഷുക്കണി. കുഞ്ഞിതാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇതാ ഉണ്ണിക്കും സച്ചുവിനും ഞാൻ വിഷു കൈനീട്ടം കൊടുക്കുകയാണ്. ഏട്ടനെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്, അവർക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ 3 പേരല്ലേ ഈ വിശേഷങ്ങൾക്കൊക്കെ വീട്ടിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ വൈബൊന്നും തോന്നാറില്ല. പോണാണെങ്കിലും വിഷു ആണെങ്കിലും ഒന്നും അത്ര വലിയ വൈബൊന്നും തോന്നാറില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് പിന്നെ നമുക്ക് കൈനീട്ടമൊക്കെ കിട്ടും കേട്ടോ. ഒരു കോയിനാണ് അവിടെ തിരുമേനി തരിക. അപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ടാ. നെയ്തത്തിൻ്റെ ടൈമായ കാരണം ഇനി അവിടെ നടയൊക്കെ അടയ്ക്കും. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഇഷ്ടം പോലെ വണ്ടികൾ. ഞാൻ വണ്ടി നിർത്തി പോണ ടൈമിൽ ആ ഭാഗത്തൊന്നും വണ്ടികൾ ഉണ്ടായിരുന്നില്ല. എനിക്ക് വണ്ടി ബാക്കിലേക്ക് എടുക്കാൻ പറ്റാതെയാണ് കേട്ടോ ഞാൻ നിന്ന് തിരിയണത്. എന്നിട്ടൊരു ചേട്ടൻ വന്നിട്ട് പുറത്തേക്ക് എടുത്ത് തരിക ചെയ്തത്. അത് കഴിഞ്ഞതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ഞാൻ വേറെ സദ്യയും കാര്യങ്ങളും ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. രാവിലത്തെ മറ്റേ അട ഇവിടെ ഒറ്റപ്പാലം ഭാഗത്തും ഷൊർണൂർ ഭാഗത്തൊക്കെ വിഷുവിൻ്റെ അന്ന് അടയാണ് കേട്ടോ ഉണ്ടാക്കുക. ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ വിഷുക്കട്ടയാണ് ഉണ്ടാക്കുക. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ സദ്യ ഇല്ലാത്ത കാരണം വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഞാൻ അട പുഴുങ്ങിയതാണ് കേട്ടോ. ഈ പ്രാവശ്യം വിഷുവിനെ ഞാൻ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കണത്. ഒന്നാമത്തേത് ചിക്കുവിൻ്റെ നിവയുടെ ആദ്യത്തെ വിഷുവാണല്ലോ. അപ്പോൾ അവർക്കും വീട്ടിൽ പോകണം, നിവയുടെ വീട്ടിൽ പോകണം. അപ്പോൾ പിന്നെ ഞാനിവിടെ ഒന്നും ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ അവനും അമ്മയൊക്കെ പറഞ്ഞു ഈ പ്രാവശ്യം ഇനിയിപ്പോൾ ഇവിടെ ആക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വരും. അവർ രാവിലെ നേരത്തെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലത്തെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാലോ കരുതിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്ന വശം ഞാനും പിള്ളേരും കൂടിയിട്ട് അട പുഴുങ്ങിയത് കഴിക്കുകയാണ് കേട്ടോ. ലേറ്റ് ആവും തോറും പിന്നെ ചിക്കുവിനെ എന്നെ കൊണ്ടുപോയിട്ട് വേണ്ടേ അവർക്ക് അങ്ങോട്ട് പോവാൻ. അപ്പോൾ പിന്നെ അത് വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഇവിടെ ഏട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ആ പ്രശ്നമില്ലല്ലോ. ഫുഡ് കഴിച്ചിട്ട് നേരെ നമുക്ക് വീട്ടിൽ പോയാൽ മതി. ഇതിപ്പോൾ എന്നെ വന്ന് കൊണ്ടുപോകും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ രാവിലത്തെ കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ദൈവം വന്നു കിട്ടാം. 2 പേരും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. വന്ന വശം റെഡി ആയില്ലേന്നാണ് അവൻ ചോദിക്കണത്. പിന്നെ മാമൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങി അനുഗ്രഹം വാങ്ങാൻ കേട്ടോ. അപ്പോൾ അനുഗ്രഹം വാങ്ങുന്ന സമയത്ത് ചിക്ക് വേണ്ട, കാല് പിടിക്കണ്ട പറയാൻ കേട്ടോ അവൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയണ്ട, പിള്ളേർ പിടിക്കണ സമയത്ത് പിടിച്ചോട്ടെ, അതൊന്നും വേണ്ട പറയാൻ പാടില്ല പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിതാ എൻ്റെ വീട്ടിലെത്തിയിട്ടാ. ഇവിടെ വന്നപ്പോഴും പിന്നെ ഇതന്നെയാണ് കേട്ടോ. ഇവർക്ക് ഈ പ്രാവശ്യം നല്ല കോളടിച്ചിട്ടുണ്ട്. വിഷു കഴിഞ്ഞിട്ട് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ 2 പേർക്കും കൂടിയിട്ട്. ഇവിടെ വന്നപ്പോൾ അച്ഛമ്മയും അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈനീട്ടം കൊടുക്കലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വേഗം കഴിക്കായിരുന്നു, സദ്യ കഴിക്കാനിരുന്നു കേട്ടോ. ഇവിടെ നേരത്തെ കഴിക്കും കേട്ടോ. ഓണത്തിനും വിഷുവിനൊക്കെ ഒരു 11 മണി 12 മണിയുടെ ഉള്ളിലൊക്കെ ഇവിടെ ഇലയിട്ടിട്ട് സദ്യ കഴിക്കും കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കണേക്ക് മുന്നേ ഒരു മാലപ്പടക്കം നിർബന്ധമാണ് അല്ലേ. അപ്പോൾ അത് ചിക്ക് പൊട്ടിക്കായിരുന്നു കേട്ടോ. മാലപ്പടക്കം അവിടെ പൊട്ടിച്ചാലും ഞാൻ നിൽക്കണോടത്തേക്ക് വരെ ഈ സാധനം തെറിച്ച് വന്നു കേട്ടോ. അതാ ഞാൻ അവൻ്റെ അടുത്ത് പറയണത്, ഈ സാധനം എൻ്റെ ഒരെണ്ണം വന്നിട്ട് എൻ്റെ കാലിൻ്റെ അവിടെ വന്നിട്ട് പൊട്ടിയത്. അങ്ങനെ പറഞ്ഞ് നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്കായിട്ടാ. ഈ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു മയക്കായിരിക്കുമല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഓണത്തിനും വിഷുവിനൊക്കെ നമ്മൾ ഈ 10 മണി 11 മണി ആകുമ്പോഴേക്ക് ഫുഡ് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയില്ലേ പാമ്പ് വരെ വിഴുങ്ങിയ പോലെയാണെന്ന്, ആ അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. സാമ്പാർ, അവിയൽ, അച്ചാർ, ഉപ്പേരി, പപ്പടം, പിന്നെ വിഷുക്കട്ട ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സച്ചു ഭയങ്കര പരിഭവത്തിലായിരുന്നു കേട്ടോ. അവൻ പാലട ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാലട, ഉണ്ണിക്കാണെങ്കിലും സച്ചുവിനാണെങ്കിലും. അപ്പോൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഇവർ 2 പേരും നിവയുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. അപ്പം നിവയ്ക്ക് സാരി കൊടുത്തത് ഞാനാണ് കേട്ടോ. അവൾക്ക് സാരി കൊടുക്കാറിയില്ല. അപ്പോൾ പിന്നെ പോയിട്ട് വരാട്ടാന്ന് പറഞ്ഞിട്ട് പോവാണ്. നാളെ വരും, എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പോണത്. ഇനി ഇവർ 2 പേരും പോയി കഴിഞ്ഞാൽ പിന്നെ ഷോക്കാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരം പോകാത്ത പോലെ തോന്നും ആരും ഇല്ലെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പാപ്പൻ്റെ വീട്ടിൽ പോയിട്ടാ. അവിടെ അമ്മയും പിള്ളേരും വന്നിട്ടുണ്ട്. അപ്പോൾ പാപ്പനും മേമയ്ക്കും കൈനീട്ടം കൊടുക്കാനും പിള്ളേർക്കൊക്കെ കൈനീട്ടം കൊടുക്കാൻ വിചാരിച്ച് പോയതാന്ന് നോക്കിയപ്പോൾ മേമയുടെ വിഷുക്കണിയാണ് കേട്ടോ അത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവള് ഉണ്ണീനും കൊണ്ടിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. അവിടെ മറ്റേ കണ്ണനൊക്കെ പടക്കം പൊട്ടിച്ചിട്ടേ. അപ്പോൾ ഇത് അമ്മൂൻ്റെ ചെറിയ ഉണ്ണിയാണ് കേട്ടോ, 2ാമത്തെ ആളാണ്. പിന്നെ ഇതെൻ്റെ വലിയച്ഛൻ്റെ മോനാണ് കേട്ടോ കണ്ണൻ. അപ്പോൾ അവൻ അമ്പലപ്പുരയിൽ വിളക്ക് എത്തിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ.
ഇതിൻ്റെ ഇടയിലത്തെ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. സംഭവം ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. ഇത് പിന്നെ സന്ധ്യ പറയുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഇപ്പോൾ പിന്നെ പടക്കം പൊട്ടിക്കണ ചടങ്ങിലേക്ക് കടന്നു. എന്തോരം പടക്കമാണ് പാപ്പൻ്റെ വീട്ടിൽ പൊട്ടിച്ചിരിക്കണമെന്ന് അറിയോ. അങ്ങനെ അത് പിള്ളേരെല്ലാവരും കൂടിയിട്ട് അവിടെ ഗംഭീര പടക്കം പൊട്ടിക്കലും മറ്റേ കമ്പിത്തിരി കത്തിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അമ്മുൻ്റെ ചെറുതും അത് ഭയങ്കര അമ്മൂൻ്റെ വലുത് സ്വത്തും അതായിട്ട് ഭയങ്കര ആവേശമായിരുന്നു അവൾക്ക് പടക്കം പൊട്ടിക്കാനായിട്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു കുറേ പടക്കം. ഇവിടെ വന്നിട്ട് പിന്നെ വീട്ടിലും വന്നിട്ട് കുറേ കമ്പിത്തിരും ഇതൊക്കെ കത്തിച്ചിട്ട് ഞാനപ്പോൾ ആലോചിക്കായിരുന്നു, പണ്ട് ഞങ്ങളുടെ ചെറുതിലൊക്കെ എത്ര പടക്കം വെച്ചിട്ട് ഞങ്ങൾ പൊട്ടിച്ചുള്ളത്. ആ ഒരു വൈബൊന്നും ഇപ്പം ഇല്ല കേട്ടോ. അമ്മായിയൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഇഷ്ടം പോലെ പടക്കം കൊണ്ടുവരിക. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ. കാരണം എന്തോരം പടക്ക കൊണ്ടുവരിക, അതും നമ്മൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് പൊട്ടിക്കാൻ പറ്റിയ പാകത്തിന് ഇങ്ങനെ കയ്യിൽ വെച്ച് പൊട്ടിക്കണത്. അങ്ങനെ ഉണ്ണിയുടെ അടുത്ത് സച്ചിനോടൊക്കെ ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഈ വിഷു ആഘോഷം കഴിഞ്ഞിട്ടില്ല, ഇനി അമ്മായിയൊക്കെ വരാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് അടിക്കുക. എല്ലാവർക്കും ടാറ്റാ.